Hi guys, welcome back to this channel. ഞാൻ വന്നിട്ടുള്ള അഷ്കർ ടെക്കി നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ടോപ്പിക്കാണ് പറയാൻ വന്നിട്ടുള്ളത്. ഒരു റിയാക്ഷൻ വീഡിയോ ആണ്, നമുക്കൊന്ന് കണ്ടുവരാം ഗൈസ്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഒരു ആനയെ കയറ്റിയതിന്റെ ഭാഗമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ, ഞാൻ ഒരു വീഡിയോയുടെ പ്ലേ ചെയ്യാം. ഇങ്ങനൊരു മൊമെന്റ് ആദ്യമായിരിക്കും ഒരു കമ്മ്യൂണിറ്റിയുടെ മെമ്പർഷിപ്പ് വാങ്ങിക്കാനായിട്ട് ആന വരുവാണ്. കിക്ക്, അതായത് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഇന്നലെ നടന്നിട്ടുള്ള മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പാണിത്. ഈ വീഡിയോയിൽ മെമ്പർഷിപ്പ് വാങ്ങാൻ പോകുന്നത് ആരാണെന്ന് ക്ലിയർ ആയിട്ട് കാണാം. മറ്റു ചില ആഘോഷ പരിപാടികളിൽ ആനയെ കൊണ്ടുവരുന്ന സമയത്ത് ആനയുടെ ഉന്നമനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് സംസാരിക്കുന്ന ചില ഇൻഫ്ലുവൻസേഴ്സും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു സംഘടനയല്ല ഇത്. ഇതിപ്പം വേറെ ഏതെങ്കിലും ഒരു ആഘോഷ പരിപാടി ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോഴേക്ക് ഒരു 100 ഇൻഫ്ലുവൻസേഴ്സ് എങ്കിലും വീഡിയോ ഇട്ടേനെ. എന്തായാലും ഞാനൊരു ഓഡിറ്റോറിയത്തിനുള്ളിൽ ആനനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആനക്കും അതിനുള്ളിലുള്ള കുട്ടികൾ അടങ്ങിയിട്ടുള്ള ആളുകൾക്കും ജീവന് ഭീഷണിയായിട്ടാണ് ഈ ഒരു പരിപാടി നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ആനക്ക് മെമ്പർഷിപ്പ് കിട്ടിയതിൽ ആന വളരെ സന്തോഷവാനാണ്. ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ കേരളത്തിലുള്ള പല ആളുകളുടെയും സാക്ഷരത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ അത് ഒരു പന്തൽ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി അന്ന് കാവേരിക്ക് നമ്മളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മാക്സിമം നമ്മളതൊന്ന് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പുറത്ത് കൊണ്ടുപോയിട്ട് ആ ഒരു മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഭംഗിയായേനെ. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു സാഹചര്യത്തിൽ മനുഷ്യന്മാരാണ്, എല്ലാവർക്കും ഒരു സാഹചര്യത്തിൽ ഒരു ബ്രെയിൻ ഫെയ്ഡ് സംഭവിക്കും. സോ ഒരു ഹൈ മൊമെൻറ്റിൽ നമുക്ക് എല്ലാവർക്കും അതൊന്ന് പറ്റി എന്നുള്ളതാണ് ആക്ച്വലി സംഭവിച്ചു പോയൊരു കാര്യം. സോ അത് ഞാൻ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. പറ്റിയത് പറ്റി, ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി ഞാൻ സംഭവിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് സംഘടനയുടെ ഭാഗത്തുനിന്നും എൻ്റെ ഭാഗത്തുനിന്നും ഞാൻ പൊതുജനത്തിന് തരുന്നു. ബിക്കോസ് ഞങ്ങൾ സ്ട്രോങ്ലി ഫേംലി സ്റ്റാൻഡിങ് എഗെയിൻസ്റ്റ് ഇപ്പോൾ ബെറ്റിംഗ് ആപ്പുകളാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മളുടെ മെമ്പേഴ്സിനിടയിൽ ഒരു ഓഡിറ്റിംഗ് നടത്തി. രണ്ടാമതും എല്ലാവരുടെയും അക്കൗണ്ടുകൾ റീവിസിറ്റ് ചെയ്തു. ആരെങ്കിലും ഇങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവർ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഉടനെ ഷോക്കോസ് നോട്ടീസും കാര്യങ്ങളും കൊടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ 1-2 പേരെ പുറത്താക്കിയിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും ഒന്നും കൂടി എല്ലാവരുടെയും പ്രൊഫൈൽസ് റീവിസിറ്റ് ചെയ്ത് അഷ്കർ ടെക്കി പറയുന്ന കാര്യമാണ്. പിന്നെ ഇതിൽ പറയുന്ന ആനയെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിത്ത് ഏതോ സംഘടനയ്ക്ക് ഒരു മെമ്പർഷിപ്പിന് വേണ്ടി ആനയെ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പ്രോപ്പറായിട്ടുള്ള മറ്റേ ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. തീറ്റ, വെള്ളം, മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും അത് തെറ്റാണ് എന്നാണ് ഈ ഒരു അഷ്കർ ടെക്കി പറയുന്നത്. വാസ്തവമായ കാര്യമാണ്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഒരു ആന അടഞ്ഞിട്ട്, പിന്നെ ഉത്സവത്തിനിടയിൽ ആന അടഞ്ഞിട്ട് കുറേ പേർക്ക് മരിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ പറയുന്നത് സഹജീവികളോട് സ്നേഹം വേണം എന്നൊക്കെയാണ് ഈ അഷ്കർ ടെക്കി പറയുന്നത്. അത് ഒരു കറക്റ്റാണ്. എന്നാൽ പോലും നമുക്ക് അത് ഒരു തെറ്റാണ് എന്നാണ് സീക്രട്ട് ഏജൻറ്റ് വീഡിയോയിൽ പറയുന്നത്. ഇനി തെറ്റ് ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. സഹജീവികളോട് ഞാൻ മാന്യമായിട്ട് പെരുമാറുള്ളൂ എന്നൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ എനിക്ക് മനസ്സിലായത്. പിന്നെ ഈ ഒരു